പ്രൈസറോ കർത്താവിൻ്റെ ഏതുവരുഷമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 138 സങ്കീർത്തനം എൻ്റെ 7-ാമത്തെ വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഒരു വചനമാണ് നമ്മൾ വായിച്ചത്. പ്രൈസലോ. സംഗീതക്കാരൻ പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം, പ്രത്യാശ നിറയപ്പെട്ട ആ ജീവിത സാഹചര്യം തന്നെ ശത്രുവിന് തളർത്തുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രുവിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ സംഗീതനക്കാരനെ ദൈവം ബലപ്പെടുത്തി എന്നുള്ളതാണ്. പ്രൈസലോ. അതുപോലെ തന്നെയാണ് എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിതം വളരെ ദുസ്സഹമായ പ്രതിസന്ധികൾ നിറഞ്ഞ പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ആയുസ് മുഴുവൻ കഷ്ടതയുടെ നടുവിലൂടെ നാം കടന്നു പോകേണ്ടി വരും. ആ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട്, വിശ്വാസത്തിൽ ഉറപ്പുണ്ട്. കാരണം കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉള്ള ശുഭാപ്തി വിശ്വാസം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളുടെ ശത്രുക്കൾക്ക് നേരെ ദൈവത്തിന്റെ കരം നീട്ടും. പ്രൈസലോ. നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയുടെ നടുവിൽ നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ദൂത് പറയുക, രക്തം ചെയ്യും. ദൂത് ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഷ്ടതയുടെ നടുവിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും ഓരോരോ പ്രതിസന്ധികൾ കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത്, ബിസിനസ്സിനകത്ത്, ജോലിക്കകത്ത്, കൃഷിയില്, സമൂഹത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ശാരീരികമായി ഒക്കെ നമ്മൾ ജീവിച്ച എല്ലാവർക്കും കഷ്ടതയുണ്ട്. അതിന്റെ നടുവിലാണ് യേശു നിങ്ങളെ ജീവിപ്പിക്കുമെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കഴിഞ്ഞ 6 മാസക്കാലം വളരെ വേനൽ ചൂടിന്റെ അനുഭവത്തിലായിരുന്നു നമ്മൾ. ഭയങ്കര ചൂടും, ഹല്ലേലൂയ, മനുഷ്യന് ചൂട് കൊണ്ട് നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ വേനൽക്കാലം അങ്ങോട്ട് കഴിഞ്ഞതായിട്ട് മെയ് മാസമായി കഴിഞ്ഞപ്പോഴത്തേനും മഴക്കാലം അങ്ങോട്ട് ആരംഭിച്ചു. ഹല്ലേലൂയ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? ആദ്യത്തെ മഴയെ നമ്മൾ വളരെ സന്തോഷത്തോടെ മനോഹരമായി നോക്കി നിൽക്കുകയും ആ മഴയിൽ നമ്മൾ ഇറങ്ങി ശരീരം തണുക്ക കുളിക്കുകയും പുതുമഴ നനയുക എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ സന്തോഷം അനുഭവിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പം വേനൽക്കാലത്ത് കൊടും ചൂട് കൊണ്ട് വാടിപ്പോയ മരങ്ങൾ, കരിഞ്ഞുണങ്ങിപ്പോയ പുൽച്ചെടികളെല്ലാം പെട്ടെന്ന് തളർക്കുവാൻ തുടങ്ങും. മരങ്ങളെല്ലാം തളർത്ത് വാടി കരിഞ്ഞു പോയ പുൽച്ചെടികളെല്ലാം നിലത്തുനിന്ന് മുളച്ചു വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം വേനൽക്കാലത്തെ കൊടും ചൂടിൽ ചൂടിൽ കാണപ്പെട്ട നിലം, ഹല്ലേലൂയ, ചുട്ടു പഴുത്ത് കിടന്ന മണ്ണുകൾ മുഴുവൻ നനഞ്ഞു കുതിർന്ന വൃക്ഷലതാദികൾക്ക് ജലം കൊടുക്കത്തക്ക നിലയിൽ ഭൂമി നന്നായിട്ട് നനയും. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴാണ് ഈ പുല്ലുകളും വിത്തുകളും എല്ലാം മുളയ്ക്കാൻ തുടങ്ങുന്നത്. വേനൽക്കാലത്ത് നിങ്ങൾ നട്ടിട്ടുള്ള എല്ലാ വിത്തുകളും മഴക്കാലമായി കഴിയുമ്പോൾ അത് മണ്ണിനടിയിൽ മുളച്ചു വരുന്നത് കാണുവാൻ നല്ല ഭംഗിയാണ്. ഹല്ലേലൂയ. നിങ്ങളതിൽ സന്തോഷിക്കും. നിങ്ങൾ പോയി നിന്നിട്ട് പറയും, ഞാൻ നട്ട എല്ലാ പയർ വിത്തുകളും എല്ലാ വിത്തുകളും മുളച്ചു വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴാണ് വീണ് കിടക്കുന്ന, എപ്പോഴാണ് നിങ്ങൾ വിതച്ചെന്ന് നിങ്ങൾക്ക് അറിയാത്ത ആ വീണ വിത്തുകളൊക്കെ മുളച്ച് ചെടിയായിട്ട് എഴുന്നേറ്റ് വന്ന് അത് ഫലം കൊടുക്കാനായി വരുമ്പോഴത്തേനും നിങ്ങൾ ഭയങ്കര പ്രത്യാശയിലാണ്. ഹല്ലേലൂയ. അതേ മഴ എല്ലാ ചെടികൾക്കും ജീവൻ നൽകുന്നു. ഈ മഴയാണ് കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന എല്ലാ വൃക്ഷലതാദികൾക്കും വിത്തുകൾക്കും ജീവൻ കൊടുത്തതിനെ മുളപ്പിച്ച് കൊണ്ടുവരുന്ന ഈ മഴയാണ് കാരണം. പ്രൈസലോ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, നേരെ തിരിച്ചാണ്. ആദ്യത്തെ പുതുമഴ കണ്ട് സന്തോഷിച്ച് മഴയുടെ സന്തോഷത്തിൽ മഴയിൽ ഹല്ലേലൂയ നീരാടി കയറി മഴയങ്ങോട്ട് തുടർമാനമായി പെയ്തു തുടങ്ങുമ്പോൾ ഈ ജനം തന്നെ പറയും, ഓ ഈ നശിച്ച മഴയെന്ന്. ഹല്ലേലൂയ.
അപ്പൊ ചൂടുകാലത്ത് വറ്റി വരണ്ട് ഉണങ്ങിക്കിടന്ന പജാമി ചൂട് പിടിച്ച് നിലത്തിനൊക്കെ മഴ കിട്ടി ഭൂമി തണുത്ത് വൃക്ഷലതാദികൾ മുളച്ചു വരുന്ന സന്തോഷം നിങ്ങൾ കണ്ടെങ്കിലും മഴയുടെ ശക്തി അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ മഴയെ ശപിക്കാൻ തുടങ്ങും. അതല്ലേ നിങ്ങളുടെ ജീവിതം? അതേന്ന് നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കടലോരത്ത് പോയി നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊരു അല്പ ചാറ്റമഴയുണ്ടായി. അല്ലേ? ആ ചാറ്റമഴ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അരികിൽ ഒരുവൻ ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു, ഈ നശിച്ച മഴയെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, കഴിഞ്ഞ 6 മാസം നമ്മൾ നല്ല ചൂടേറിയ അനുഭവത്തിലല്ലായിരുന്നു. ഇപ്പൊ അല്പം ചാറ്റമഴ കിട്ടും, നമുക്ക് സന്തോഷമല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം മനുഷ്യൻ എപ്പോഴും ദൈവത്തെ മറന്നുപോകും. മനുഷ്യൻ എപ്പോഴും ദൈവത്തെ മറക്കും. അതുപോലെ തന്നെയാണ് ശ്രോതാവി. നിങ്ങൾ നല്ല സുഖസന്തോഷ സുഖലോലുപ ജീവിതത്തിൽ ഇഷ്ടംപോലെ പണം കയ്യിലിട്ട് ലാവിഷായി പേഴ്സ് നിറച്ച് പണം കൊണ്ട് ജീവിക്കുമ്പോൾ, ബാങ്കുകൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കൊന്നിനും കുറവില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷവാനാണ്, വളരെ ഹാപ്പിയാണ്. അല്ലേ? എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഇല്ലാതെ വരും, പണം നഷ്ടമാകുമ്പോൾ, നിങ്ങളുടെ പോക്കറ്റ് ശൂന്യമായി കഴിയുമ്പോൾ നിങ്ങൾ അപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എന്നെ കൂട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമുണ്ടാകാതിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളൊരു ശാരീരികമായി നല്ല പ്രതിസന്ധികളൊന്നും ജീവിക്കുന്ന വ്യക്തിയെ ചെറിയ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങുക. നമ്മളെപ്പോഴും ദൈവത്തെ അമ്മയിലേക്ക് കുറ്റം വിധിക്കുന്നവരാണ്. വേനൽക്കാലത്ത് ചൂട് കൂടി കഴിയുമ്പോൾ എന്തൊരു ചൂട്, ഈ ചൂടങ്ങോട്ട് മഴയൊന്ന് പെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു പറഞ്ഞ മനുഷ്യൻ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മഴയുടെ ആക്കം കൂടിക്കഴിഞ്ഞ് ശക്തി കൂടിക്കഴിയുമ്പോൾ മഴയെ ശപിക്കുകയാണ്. മഴയെ ശപിക്കുന്നത് മഴ അയച്ചവനെയല്ലേ നിങ്ങൾ ശപിക്കുന്നത്? അല്ലേ? മനുഷ്യന്റെ സ്ഥിതി അതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ. എന്നാൽ ഇവിടെയാണ് സങ്കീർത്തനക്കാരന്റെ വിശ്വാസം നമ്മൾ കാണേണ്ടത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. ഈ സങ്കീർത്തനക്കാരൻ നമ്മൾ പറയുന്ന പോലെ പറയത്തില്ല. കാരണം സങ്കീർത്തനക്കാരൻ വിവരമുണ്ട്, ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിന്റെ നിയോഗമുണ്ട്, ആത്മശക്തിയുണ്ട്, വിശ്വാസമുണ്ട്. നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ശപിക്കുന്നത്. അല്ലേ? സങ്കീർത്തനക്കാരൻ പറഞ്ഞ കഷ്ടം തന്നെ ഞാൻ ജീവിപ്പിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ കഷ്ടം കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നീ അവിടെ ദൈവത്തെ ശപിക്കാതെ, ദൈവത്തിനെതിരെ നീ പിറുപിറുക്കാതെ, യേശു ക്രിസ്തുവിന്റെ നിനക്ക് നൽകിയിരിക്കുന്ന ദൈവിക രക്ഷയ്ക്കെതിരെ നീ പിറുപിറുപ്പിലേക്ക് പോകാതെ നീ അവിടെ നിനക്ക് പറയുവാൻ കഴിയണം, കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, വിശ്വാസത്തോടെ നീ പ്രത്യാശയോടെ നിൽക്കുന്നെങ്കിൽ നിന്റെ തകർച്ചയുടെ നടുവിൽ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ തകർച്ചയുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. അപ്പൊ നമ്മൾ ഈ ഇരുതോണി കാലി വെക്കുന്നവരാ എപ്പോഴും. ഹല്ലേലൂയ. 2 തോണിയിൽ എപ്പോഴും കാലി വെക്കും. ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കും. ഹല്ലേലൂയ. നമുക്ക് ലോകവും വേണം, പണവും വേണം, ദൈവവും വേണം. ഹല്ലേലൂയ. അവിടെ ഇവിടെ എല്ലാം ചവിട്ടി നിൽക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകരം നിങ്ങൾ സങ്കീർത്തനക്കാരനെ പോലെ വിശ്വാസത്തോടെ നിൽക്കുന്നെങ്കിൽ നിന്റെ പ്രതിസന്ധികളെ ദൈവം പിടിവെക്കും. ഹല്ലേലൂയ. ഇവിടെ എന്താണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുന്നു പറയുമ്പോൾ 138 സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. ഹല്ലേലൂയ. വളരെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയി ആ ഭക്തന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ വലിയൊരു പ്രത്യാശ വേണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ ജീവിപ്പിക്കുന്ന ഒരു ശക്തി നിന്റെ മേലുണ്ട്. ആ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി നിന്റെ മേൽ വരണം. അല്ലേ? അപ്പൊ 138 സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 6 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു. നമ്മുടെ ദൈവം ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്ന ദൈവമാ. എന്നാൽ ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. എന്ന് പറഞ്ഞാൽ ഉന്നതനായ ദൈവം ന്യായാധിപനായി വാഴുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ദൈവം കാര്യങ്ങളെ കീഴ്മേൽ മറിയിക്കുന്ന അനുഭവമാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്. അതായത് താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു. താഴ്മയുള്ളവനെ ദൈവം ഉയർത്തുന്നു എന്ന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15 വായിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. യാക്കോബിന്റെ 4:6 സദൃശവാക്യം 3:24 വായിച്ചാലും കാണാൻ കഴിയും. അപ്പോൾ താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം ഗർവിഷ്ഠനായി ഉയർന്നിരിക്കുന്നവനെ ദൈവം താഴ്ത്തുകയും ചെയ്യും. വളരെ ഗർവിഷ്ഠത്തോടു കൂടി കടന്നു പോകുന്നതിനെ ദൈവം താഴ്ത്തും. അഹങ്കാരിയെ, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിക്കണം.
പ്രൈസലോ. അപ്പൊ 1 പത്രോസ് ലേഖനം 5-6 വായിച്ച കാണുന്നുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അല്ലെങ്കിൽ ദാവീദ് അതാണ് ചെയ്തത്. തക്ക സമയത്ത് ഉയർച്ച പ്രാപിപ്പാൻ തക്ക സമയത്ത് ദൈവം തനിക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, ദാവീദിന്റെ ശത്രുക്കളെ കൈ നീട്ടുവാൻ വേണ്ടി, ദാവീദിനെ രക്ഷിക്കാൻ വേണ്ടി, ദൈവത്താൽ ഉയർച്ചയ്ക്ക് വേണ്ടി ദാവീദ് ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താണിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് ഈ വചനം പറയുമ്പോൾ ദാവീദിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തണം, നമ്മുടെ ജീവിതമായി ബന്ധപ്പെടണം. അത് തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഗർഭീയ ദൈവം താഴ്ത്തി കളയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയാൻ, നിങ്ങളുടെ ഹല്ലേലൂയ സകല ചിന്താകുറും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിങ്ങൾക്കായി കരുതുന്ന നിങ്ങളുടെ സകല ചിന്താകുരവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. പ്രൈസലോ. അപ്പൊ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ ജീവിപ്പിക്കുകയും നമ്മെ താങ്ങി നിർത്തുകയും നമ്മെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ സകല ചിന്താകും ദൈവത്തിന് മേൽ ഇട്ടുകൊള്ളുവിൻ. എന്നിട്ട് പറയാം, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുക. നിങ്ങൾക്ക് പ്രതിയോഗിയുണ്ട്, ശത്രുവുണ്ട്, ശത്രുവിന്റെ വലിയ സൈന്യങ്ങളുണ്ട്, സാത്താന്റെ തന്ത്രങ്ങൾ. അവൻ നിന്നെ തകർക്കുവാൻ വേണ്ടി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, സിംഹമല്ല, അവൻ അലറുന്ന സിംഹം എന്ന പോലെ നിങ്ങളെ തകർക്കുവാൻ നിങ്ങൾക്ക് ചുറ്റി നടക്കുക. നിന്റെ തലമുറയെ തകർക്കുവാൻ, നിന്റെ ഭർത്താവിനെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകാൻ, അഹങ്കാരം നിങ്ങളത്തിലേക്ക് കൊണ്ട്, നിന്റെ ഭാര്യയെ തെറ്റായ ജീവിതത്തിലേക്ക് കൊണ്ട്, എൻ്റെ മക്കളെ വഴിവിട്ട ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ നീ ഒരുങ്ങിയിരിക്കുമ്പോൾ ദാവീദിനെ പോലൊരു വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം ദാവീദിനെ പോലെ വിശ്വാസം, പ്രത്യാശയുണ്ടെങ്കിൽ ഈ ഉലകത്തിലൊരു സാത്താന് ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഈ ലോകം മുഴുവൻ നയിക്കുന്നത് പിശാചാണ്. ഈ ലോകം മുഴുവൻ നയിക്കുന്നത് സാത്താനാണ്. ഈ ലോകം മുഴുവൻ അടക്കി വെച്ചിരിക്കുന്നത് സാത്താനാണ്. അവന്റെ കയ്യിൽ നീ വീഴാതെ സൂക്ഷിക്കണം. പ്രൈസലോ. പിശാചിന്റെ കയ്യിൽ നീ വീട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കയ്യിൽ നിന്ന് തല ഊരി പോരത്തിൽ. അവന്റെ കഷ്ടത്തിൽ നീ തല വെച്ച് കൊടുക്കരുത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, പിശാചിന്റെ കഷ്ടത്തിൽ നിന്റെ തല ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പ്രത്യാശയാണ് ആവശ്യം. ഹല്ലേലൂയ. ഇവിടെ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ ബലമുള്ള കൈകളിൽ താണിരിപ്പിൻ. അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഭക്തൻ കഷ്ടങ്ങളിലൂടെ നടന്നാൽ ഇത് എന്നെ ജീവിക്കുമെന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ വാക്കുകൾ, കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നാലും പോകേണ്ടി വന്നാലും ദൈവം അവനെ കൈവിടുകയില്ല എന്ന് അവൻ അറിയാം. ഹല്ലേലൂയ. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന ഹല്ലേലൂയ 138-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാൻ കാണുക. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. യഹോവേ, നിന്റെ ദയ എന്തൊക്കെയുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. പിറുപിറുക്കരുത്. അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിക്കരുത്, ദൈവത്തോട് വെല്ലുവിളിക്കരുത്. ദൈവസഭയോട് വെല്ലുവിളിക്കരുത്, ദൈവദാസന്മാരോട് വെല്ലുവിളിക്കരുത്, സഹവിശ്വാസിയോട് നീ വെല്ലുവിളിക്കരുത്, ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കെതിരെ നീ ശബ്ദം ഉയർത്തരുത്. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ നാശം നീ തന്നെ നിന്റെ കുടുംബത്തിൽ വരുത്തി വെക്കരുത്. നിന്റെ കുടുംബത്തിൽ നാശത്തിന്റെ വിത്ത് നീ തന്നെ പാകരുത്. നിന്റെ ജീവിതത്തിൽ നാശത്തിന്റെ വിത്ത് നീ പാകുക എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കും ദൈവനാമത്തിനും സുവിശേഷത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായി നീ എവിടെയെല്ലാം പിറുക്കുന്നോ പിറുവിറുക്കുന്നോ അവിടെയെല്ലാം നീ നാശത്തിന്റെ വിത്ത് നിന്നിൽ തന്നെ കൊണ്ടുവരികയാണ്. സാത്താൻ നിങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കരുത്. അല്ലെങ്കിൽ ദാവീദിന്റെ കഷ്ടതയുടെ നടുവിലും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയുടെ നടുവിലും നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നീ ശാരീരികമായി ബലഹീനമാകുമ്പോൾ ചിലർ പറയും, നിനക്കൊരു വിടുതലില്ല, നിനക്കൊരു സൗഖ്യമില്ല, നീ സൗഖ്യമാകത്തില്ല, നീ മരിച്ചു പോവുകയുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇവിടെ ഇട്ടിട്ട് കാര്യം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ, ഇനി വേറെ മരുന്നുകളൊന്നുമില്ല, എല്ലാം ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞയക്കുമ്പോഴും ഇവിടെ ദാവീദിനെ പോലെ നിനക്കൊരു വിശ്വാസമുണ്ടോ? ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നീ കൈനീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കുമെന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്താം. പ്രൈസറോ. കഴിയണമെന്ന് ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നന്നായിട്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുക, ഒരുപാട് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്.
ഹല്ലേലൂയ. അതിൽ നിന്നൊരു വിടുതൽ ദൈവം എനിക്കും തരണം. ഹല്ലേലൂയ. ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോയിട്ട് ഞാൻ ദൈവത്തോട് പിറുപിറുക്കാറില്ല. കാരണം ദാവീദിനോടൊപ്പം ഞാനും ചേർന്ന് നിൽക്കുക. കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുമെന്ന് ദാവീദ് പറഞ്ഞു. ഞാനും ആ ഒരു വിശ്വാസത്തിലാണ്. എനിക്കറിയാം അനേകം ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Praise the Lord. ആ പ്രാർത്ഥനയാണ് എൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ആ പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്, പ്രാർത്ഥനയാണ് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. കാരണം ഞാൻ അറിയാതെ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകർ. നിങ്ങൾക്കറിയോ, ഞാൻ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരുടെയും പേരറിയത്തില്ല, പക്ഷേ എങ്കിലും ഓരോ രാജ്യങ്ങളെക്കുറിച്ച് പറയുവാനും അതിനെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാനും ജനത്തിൻ്റെ കഷ്ടതയുടെ ആഴമെത്രയെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ദൈവത്തിന് മണിക്കൂറുകൾ ഇരിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. രക്തം ചെയ്യും. അത് പരസ്പരം നമ്മൾ അറിയില്ലെങ്കിലും, പരസ്പരം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും, നമ്മൾ ബന്ധവും സ്വന്തമൊന്നും അല്ലെങ്കിലും ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകട്ടോ. അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ്. അല്ലെങ്കിൽ അപ്പം ദൈവമക്കൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും പ്രശ്നമില്ല, നിറമൊന്നും ഇവിടെ പ്രശ്നമില്ല, പാരമ്പര്യമോ വിദ്യാഭ്യാസമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. കർത്താവ് നിങ്ങളെല്ലാം ഒരപ്പത്തിൻ്റെ അംശികളാണ്. ഹല്ലേലൂയ. അത് നമുക്ക് ആ പ്രത്യാശ. ഞാൻ പറയില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കഷ്ടങ്ങൾക്കകത്തൊരു വിടുതലിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് കഷ്ടമാണെന്നല്ലേ, ആ കഷ്ടങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. രക്തം ചെയ്യും. ഞാൻ വഴിവിട്ട ജീവിതം നയിക്കുന്നത്. ഞാൻ ഒരു മദ്യപാനി, ഒരു പുകവലിക്കാനോ അങ്ങനത്തെ യാതൊരു ദുർസ്വഭാവങ്ങളും എനിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതൊക്കെ എല്ലാം മനുഷ്യനും ഉണ്ടെന്നേ. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു 25 വർഷം മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്കുമായിട്ട് അടിമപ്പെട്ട് ജീവിച്ച് കേസും കോടതിയുമായി കയറിയിറങ്ങി സ്വസ്ഥതയില്ലാതെ നടന്നൊരു മനുഷ്യനെ. ഹല്ലേലൂയ. അതിൽ നിന്നാണ് ദൈവം എന്നെ 2000 വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്നിൽ ഇട്ട് തന്ന വിശ്വാസത്തിന്റെ വിത്ത് എന്നൊക്കെ വേണേൽ പറയാം. വിശ്വാസത്തിന്റെ വിത്തിന്റെ ഉള്ളിലിട്ട് ക്രിസ്തുവിന്റെ വചനമാകുന്ന വിത്ത് എൻ്റെ ഹൃദയത്തിൽ വിതച്ചു. അന്ന് തൊട്ട് ഞാൻ ഈ ദാവീദിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഭക്തനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കിയാട്ടോ. അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർ, യൂദയൊഴിച്ചുള്ള ശിഷ്യന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതെല്ലാം പ്രതികൂലത്തിലൂടെ കടന്നുപോയി. ആദിമസഭയുടെ ഭക്തന്മാർ എത്ര പ്രതിസന്ധികൾ കടന്നുപോയി. വില്യം കീറി ദുർനാമയം തുടങ്ങിയ തുടങ്ങിയവർ, മാർട്ടിൻ ലൂഥർ അടക്കമുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. അവലി സ്തോത്രം. ആ കാലഘട്ടത്തിലും ആമേൻ ദൈവസഭയ്ക്ക് വേണ്ടി നിന്നവർ. നമുക്കറിയാൻ കാരണം ഗ്രഹാം സെയിൽസിൻ രണ്ട് മക്കളെ കൂടെ കാറിലിട്ട് ചുട്ടുകരിച്ചപ്പോൾ തൻ്റെ ഭാര്യ ഹല്ലേലൂയ സ്തോത്രം എത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയി. ഭർത്താവ് നഷ്ടപ്പെട്ട് 2 മക്കളും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് തങ്ങളുടെ ദേശം വിട്ട് ഒറീശ്വര പ്രദേശത്ത് വന്ന് പാർക്കുന്ന ആ സാഹചര്യത്തെ ആ സഹോദരി എത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയി. സ്വഭാവേ ഹല്ലേലൂയ. ആ സഹോദരി ഒരുപക്ഷേ ദൈവത്തിനെ പ്രാർത്ഥിച്ചു കാണും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നീ കൈനീട്ടും, നിന്റെ വലങ്കി എന്നെ രക്ഷിക്കുമെന്ന് ആമേൻ. ഗ്രഹാൽ സെയിൽസിങ്ങിന്റെ ഭാര്യ, നമ്മുടെ പേര് ഗ്ലാഡിസ് ആണ്. അവർ പ്രാർത്ഥിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ അങ്ങനെ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന പ്രതിസന്ധി, നിന്റെ കുടുംബത്തിന് പ്രതിസന്ധി നിനക്കേ അറിയത്തുള്ളൂ. ഒരു ദിവസം നിനക്ക് സമാധാനം കാണത്തില്ല. രാവിലെ നീ എഴുന്നേറ്റ് വീട്ടിനകത്ത് വേലയെല്ലാം ചെയ്ത് ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞയച്ച് ആഹാരം കൊടുത്ത് പറഞ്ഞയച്ച് വൈകിട്ട് നല്ല സന്തോഷത്തോടെ മടങ്ങി വരുന്ന ഭർത്താവിന്റെ വരവും കാത്തിരിക്കുന്ന നീ. ഹല്ലേലൂയ. വൈകിട്ട് നിന്റെ ഭർത്താവ് കിട്ടിയ പൈസ മുഴുവൻ കൊടുത്ത് കള്ളും കുടിച്ച് ലോട്ടറി എടുത്തിട്ട് ആമെ കയ്യിൽ ഒരു ചില്ല് പൈസ പോലും ഇല്ലാതെ വീട്ടിലേക്ക് 4 കാലേ വന്ന് നിന്റെ മക്കളെ ഉപദ്രവിക്കാൻ, ചീത്ത വിളിക്കുന്ന, അസഭ്യം വിളിച്ച് പറഞ്ഞ ഭർത്താവിനെ അല്ലേ നീ കാണുന്നത്? ഹല്ലേലൂയ. അല്ലേ? അങ്ങനല്ലേ കാണുന്നേ? അതെ. ഒത്തിരി പേരെ എനിക്കറിയാം. ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ച പൈസ എവിടെ പോയി? ലോട്ടറിക്കാർക്ക് കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. പണ്ടൊരു പറഞ്ഞ പോലെ, എന്നും കുടിക്കുന്ന മദ്യം ഒരിക്കലും അടിക്കാത്ത ലോട്ടറി. അല്ലേ? എന്നും കുടിക്കുന്ന മദ്യം അതെന്നും കുടിക്കാൻ കിട്ടും. ഒരിക്കലും അടിക്കാത്ത ലോട്ടറി. അതുമായിട്ട് മനുഷ്യനെ നശിപ്പിക്കുന്ന ഗവൺമെന്റ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ചോര വിയർപ്പാക്കിയ പൈസ മുഴുവൻ പിടിച്ചു വാങ്ങിയെടുക്കുന്ന സംവിധാനം. ഹല്ലേലൂയ. അതിനകത്ത് നിന്റെ ഭർത്താവും വഴുതി വീണിട്ട് മയക്കുമരുന്ന് അടിമപ്പെട്ട നിന്റെ വീട്ടിനകത്ത് സമാധാനമുണ്ടോ? മക്കളെ പോറ്റി വളർത്തി മക്കൾക്ക് ജന്മം തന്ന നീ 10 മാസം ഉദരത്തിൽ വഹിച്ച്, ഹല്ലേലൂയ, 9 മാസം ഉദരത്തിൽ വഹിച്ച്
ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെടുത്ത് നിലത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും, അങ്ങനെ നായ്ക്കൾക്കും കലിയ ബാറ്റുകൾക്കോ ഒന്നും വിട്ടുകൊടുക്കാതെ, കഴുകൻ റാഞ്ചിക്കൊണ്ട് പോകാതെ. അപ്പം കഴുകൻ റാഞ്ചിക്കൊണ്ട് പോകുന്ന വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിൽ. ഒരു കുഞ്ഞുകുട്ടിയെ കഴുകൻ റാഞ്ചിക്കൊണ്ട് പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി കുട്ടികളെ പോലും റാഞ്ചി വന്നു. അതൊന്നും ഉണ്ടാകാതെ, നിന്റെ ഒക്കത്തൊന്നും താത്ത് വെക്കാതെ, നീ ജോലി ചെയ്യുമ്പോൾ, വെള്ളം കൂടെ തുണി തിരുമ്പുമ്പോൾ, അടുക്കള പണി ചെയ്യുമ്പോൾ നിന്റെ മകനെ നീ പോറ്റി പുലർത്തിയില്ലേ മകളെ? അവൻ പ്രായമായി വിദ്യാഭ്യാസമായി ജോലി ചെയ്തു പോയോ നിന്നെ തള്ളിക്കളഞ്ഞില്ലേ? അവൻ മദ്യത്തിന് ലഹരിക്ക് അടിവിൽ നിന്നെ അനുസരിക്കാതെ വരുമ്പോൾ നീ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിൽ നീ പ്രാർത്ഥിക്കണം. പ്രൈസലോ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിക്കും. പ്രൈസലോ. ഒരു സമാധാനമുണ്ടോ നിന്റെ ഭവനത്തിനകത്ത്? സ്വസ്ഥതയുണ്ടോ? ഒരു നേരത്തെ ആഹാരം സ്വസ്ഥമായിട്ട് കഴിക്കാൻ കഴിയുന്നുണ്ടോ? മക്കൾ കൂട്ടുകെട്ട് കൂടി അനവധി അല്ലെങ്കിൽ ദുർനടപ്പുകാരോടൊപ്പം നടക്കുകയല്ലേ? ദുഷ്ടന്മാരോടും പാപികളോടും പരിഹാസികളോടും കൂടെയല്ലേ നിന്റെ മക്കളുടെ കൂട്ടുകെട്ട്? ഇങ്ങനെയുള്ള കഷ്ടത നിൽക്കൊണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശ കൈവിടരുത്. ഏത് പ്രതിസന്ധികൾ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ പറഞ്ഞാൽ അനുസരിക്കാത്ത ഭാര്യ നിന്റെ വീട്ടിലുണ്ടോ? എത്രയുണ്ട്? ഒരുപാടുണ്ട് കേട്ടോ. ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാത്ത ഭാര്യ. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ ഭാര്യ അതിനെക്കാട്ട് 4 മടങ്ങ് പറയും. അല്ലേ? ഞാൻ ചില കുടുംബത്തിലൊക്കെ ചെന്ന് കുടുംബത്തെ സുവിശേഷം പറയുമ്പോൾ എന്തെങ്കിലും അവരുടെ ജീവിത സാഹചര്യത്തോട് അത് ഉൾക്കൊള്ളുമ്പോൾ അങ്ങനെയുള്ള ദൂതുകൾ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഭാര്യ അങ്ങ് കസർത്ത് നിൽക്കുന്നത് കാണാൻ കഴിയും. അല്ലേ? ഭർത്താവ് നമ്മളൊക്കെ അടിക്കുമെന്നൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞുള്ള സാഹചര്യത്തിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. അല്ലേ? എൻ്റെ കുഴപ്പമല്ല, ഞാൻ സുവിശേഷം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നത്. പക്ഷെ സുവിശേഷ സന്ദേശം പറഞ്ഞ് വചനത്തിന്റെ മർമ്മങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുപോകും. അല്ലേ? കുറ്റവാളി എന്നും കുറ്റവാളിയാണല്ലോ. അല്ലേ? മോഷ്ടാവെന്ന് മോഷ്ടാവ് തന്നെയാ. അല്ലേ? അത് കുറ്റവാളിയുടെ കുറ്റം പറയുമ്പോൾ മോഷ്ടാവിന്റെ മോഷണത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വെറുപ്പതു എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ പ്രശ്നത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ നിന്റെ ഉള്ളത്തിനകത്ത് പ്രതികാരം ഉണ്ടാകും. അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ദാവീദിനെ ഇവിടെ എല്ലാം കണ്ടുപിടിക്കുക. എന്തെല്ലാം പ്രശ്നം തനിക്കെതിരെ കടന്നു വന്നു. തൻ്റെ മാന്ത്രിയായ അഹീതോഫേൽ തനിക്കെതിരെ, ദോവീഗ് തനിക്കെതിരെ, ശിമി തനിക്കെതിരെ, തൻ്റെ മകൻ അബ്ശലോം തനിക്കെതിരെ, ശൗൽ തനിക്കെതിരെ എല്ലാം നിൽക്കുമ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ പറയുന്നത്, നീ എന്നെ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വാസത്തിലേക്ക് വരണം. വിശ്വാസത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ രക്ഷകനായി സ്വീകരിക്കുന്ന മാത്രയിൽ നിന്റെ കഷ്ടങ്ങൾക്കൊരു അറുതി വരാൻ തുടങ്ങും. അല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നീ എവിടെല്ലാം പോയി, എവിടെല്ലാം ചുറ്റി, ഏതെല്ലാം മല കയറി ഇറങ്ങി, ആരോടെല്ലാം പറഞ്ഞ്, ആരുടെ സങ്കടം പങ്കുവെച്ച്, എവിടെല്ലാം നേർച്ചകൾ വഴിപാടുകൾ നടത്തി, എന്തെല്ലാം നീ ചെയ്തു നോക്കി, അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിക്രിയ ചെയ്തു നോക്കി, എന്തെങ്കിലും മറുപടി നിനക്ക് ലഭിച്ച? ഒരു മറുപടിയില്ല. നീ ചെയ്തതെല്ലാം സോട്ടസഞ്ചിയിലേക്ക് ഇടുന്നവരായിപ്പോയി. പ്രൈസോ. നിന്റെ പ്രശ്നത്തെ പിടിപ്പിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയണം. അവനാണ് ജീവിക്കുന്ന ദൈവം. അല്ലേ? നിന്റെ കഴിവ് കൊണ്ട്, പണം കൊണ്ട്, പ്രാപ്തി കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, അറിവ് കൊണ്ട്, പാരമ്പര്യം കൊണ്ട് നിനക്കൊരു ചുക്കും നേടാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ പിള്ളേർ പറയത്തില്ല, നമ്മൾ പറയാൻ ഒരു ചുക്കും നേടത്തില്ലെന്ന്. അങ്ങനെയൊക്കെ തന്നെ. അല്ലേ? ഞാനൊക്കെ അങ്ങനെ ഒരുപാട് അഹങ്കരിച്ച് നടന്ന വ്യക്തിയാണ്. അഹങ്കരിച്ച് നികള മനോഭാവത്തോടെ, ഞാനെന്നുള്ള ഭാവത്തോടെ, എന്നേക്കാൾ ആരും വരുവിനില്ല എന്നുള്ള ഹുങ്കാര പ്രഭാവത്തോടെ നടന്നവനാണ്. അല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ദൈവത്തിന് വിധേയപ്പെടേണ്ടി വന്നു. ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ ഹുങ്കാരം, എൻ്റെ പ്രഭാവം, അഹങ്കാരം, നികളങ്ങളെല്ലാം മാറിപ്പോയി. അല്ലേ? ദൈവം നിന്നെ തൊട്ടാൽ, അല്ലേ? ദൈവസ്നേഹത്തിൽ നിന്ന് അനുഭവിച്ചാൽ, ഞാൻ ഒരുപാട് കഷ്ടതകൾ കടന്നു ദൈവസ്നേഹം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം. ഞാൻ പുറമേ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിലും എനിക്കും പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലേ? എങ്കിലും എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. എന്നെ കാക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എൻ്റെ കഷ്ടതകൾ എനിക്ക് ഇറങ്ങി വന്ന, എൻ്റെ ശത്രുക്കളെ കൈ നീട്ടുന്ന, അവരുടെ ക്രോധത്തിനെ കൈ നീട്ടുന്ന, എന്നെ രക്ഷിക്കുന്ന ഒരു യേശു സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ള ദൃഢവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യും ജീവനുള്ള ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയതാണ് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. നിങ്ങൾ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അല്ലേ? ഇല്ല, നീ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടണം. ഈ ലോകത്തിൽ ജീവനുള്ള ഒറ്റ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. നിങ്ങൾ എന്തെല്ലാം തർക്കം പറഞ്ഞാലും, എന്തെല്ലാം എന്നെ എന്തെല്ലാം ചീത്ത പറഞ്ഞാലും,
ഒരുപാട് പേര് എൻ്റെ ചീത്തയൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നുണ്ട്? ജീവനുള്ള ഒറ്റ ദൈവം യേശുവാന്ന് പറയുമ്പോൾ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. അത് ഉറപ്പ് 100% അത് തന്നെ. അവൻ മരിച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങി പോയവനെ മരിച്ച് കല്ലറയ്ക്ക് അവന് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മഗ്ദലക്കാരത്തെ അറിയിക്കും. എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാർക്കും 11 അല്ലെ പിന്നെ തോമസിനും 500-ലധികം പേർക്കും അവസാനം പൗലോസിനും പ്രത്യക്ഷമായ ഒരു ദൈവമുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തേഫാനോസിന്റെ മരണസമയത്ത് സ്തേഫാനോസ് യേശു സ്വർഗത്തിൽ നിൽക്കുന്നത് സ്തേഫാനോസ് കണ്ടില്ലേ? അതെ, സ്തേഫാനോസിന്റെ കഷ്ടതയുടെ നടുവിൽ മരണം തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കഷ്ടതയുടെ നടുവിൽ സ്തേഫാനോസ് ഒത്തി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ നിൽക്കുന്ന യഹൂദൻ പറഞ്ഞു, ഇവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ തോന്നുന്നെന്ന് പറഞ്ഞു. പിന്നത്തേതിൽ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കണ്ടു. അല്ലേല്, അതെ, നിന്റെ കഷ്ടത്തിന്റെ യേശു നിനക്ക് വേണ്ടി എഴുതേക്കും. അല്ലേല്. അതുകൊണ്ട് 68 സംഖ്യ ഒന്നും വായിക്കും ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറി പോകുന്നു. അല്ലേലുയ. പ്രാർത്ഥിക്കുന്നതിന്റെ ശത്രു ചിതറി പോകും. പ്രൈസറോ, എന്റെ ശത്രുക്കൾ എത്ര പ്രബലനായിരുന്നാലും അത് ചിതറിപ്പോകും. എന്നെ കേൾക്കുന്ന സഹോദരി, വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളിലേ ആയുള്ളൂ. അതിനു മുമ്പ് നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നമായില്ലേ? അല്ലേലുയ. എനിക്കൊരു സഹോദരനെ അറിയാം, വിവാഹം നടക്കാതിരുന്നിട്ട് വിവാഹാലോചന കടന്നു വന്ന് ഒരു കുടുംബത്തിലെ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് പെണ്ണുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്ത് മോതിരമൊക്കെ ഇട്ടു. അല്ലേയ, മോതിരമൊക്കെ ഇട്ട് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോഴത്തേന് എന്താണ് സംഭവിച്ചത്? തൻ്റെ ജീവിത പങ്കാളിയെ കടന്നു വരാൻ പോകുന്ന സഹോദരൻ മൊബൈലിൻ്റെ സ്തോത്രം വാട്സപ്പിൻ്റെ വാട്സപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിൻ്റെ പാസ്വേഡും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പുള്ളി അതിനകത്തൂടെ എല്ലാം കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് ഒരുപാട് ഫ്രണ്ട്സാണ്. നീ അവനോടെ പോലെ നിന്റെ ഇതാരാടി അങ്ങനെ ആ വിവാഹവും മാറിപ്പോയി. അങ്ങനെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞതിന്റെ ജീവിതം തകർന്നില്ലേ? വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ എടുക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് സംശയരോഗങ്ങൾ വന്നില്ലേ? ലേലിയ. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ തകർന്നു. എത്രയോ കുടുംബമാണ് ഇന്ന് കണ്ണതിലൂടെ കടന്നു പോകുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. അല്ലേലിയ. അങ്ങനെയല്ലേ ഇന്നത്തെ ജീവിതം. അതുകൊണ്ട് കുടുംബത്തിനകത്ത് കണ്ണുനീർ അനുഭവം പിശാച് കൊണ്ടതേ. അല്ലേലിയ. അതിൽ നീ മോചനം പ്രാപിക്കണം. നിന്റെ കഷ്ടതയിൽ നിന്ന് വിടിവിക്കുവാൻ, നിന്റെ കഷ്ടതയെ ജീവിപ്പിക്കുവാൻ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ വിട്ട് നീ യേശുവിനെ കടന്നുവാൻ. അല്ലേലിയ. എത്ര പ്രതികൂലങ്ങളാണ്. ശാപം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. ബന്ധനങ്ങൾ, ദേശത്തിന്റെ പൂരികൾ, ആഭിചാരം, മന്ത്രവാദ ക്ഷുദ്രശക്തികൾ നിനക്ക് നേരെ ഉയർന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അതിനെ ജയിപ്പാൻ നിന്റെ മാനുഷികമായ ബുദ്ധി കൊണ്ട് കഴിയില്ല. രക്തം ചെയ്യും. ആ തന്ത്രങ്ങളെ ജയിപ്പാൻ ദൈവ കൃപ കൊണ്ട് മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നിനക്ക് അതിനെ ജയിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിൽപ്പാൻ കഴിയണം. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ സംബന്ധിക്കുന്ന കാര്യമെല്ലാം ദൈവത്തോട് പറയുകയാണ്. ഹല്ലേലൂയ. ശുഭപര്യവസാനം ശുഭപരമായ ഒരു കാര്യം ഉണ്ടായിക്കിട്ടുമെന്നാണ് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് നിന്നെ ജീവിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെന്ന് ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുള്ളൂ. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ശക്തിയില്ല. ഇന്ന് അനേക ആളുകൾ ഉണ്ടെങ്കിലും പലരുള്ളിലും പരിശുദ്ധാത്മാവില്ല. അല്ലേലിയ. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടെന്ന് പറഞ്ഞാലും നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടാകണം. അല്ലേലിയ. പരിശുദ്ധാത്മാവിനെ നിനക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടായാലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം വാക്യം വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന് ഞാൻ ഈ വചനം കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഹല്ലേലൂയ. അതെ, നിങ്ങൾ ക്രിസ്തുയേശുവിനെ മരിച്ചവരിലെന്ന അല്ലെങ്കിൽ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ ഹല്ലേലൂയ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ ഹല്ലേലൂയ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളെയും നിങ്ങളുടെ മർത്യശരീരത്തെ ഉയർപ്പിക്കും.
ആത്മശക്തി നിനക്ക് ആവശ്യമാണ്. നിന്റെ കഷ്ടത നിനക്ക് ആത്മശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആമേൻ, സ്തോത്രം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 6:63 കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 3-ാം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ്? കൊരിന്ത്യർ ലേഖനം 3-ാം വാക്യം വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 3:6, ആമേൻ, അക്ഷരം കൊല്ലുന്നു, ആത്മാവും ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലും. ഹല്ലേലൂയ. എല്ലാ സഭകൾക്കും ഹല്ലേലൂയ, ആമേൻ, ദൈവവചനം ബൈബിളും ഒക്കെ ഉണ്ടെങ്കിലും പലരും പല സഭ അക്ഷരത്തിന്റെ ശുശ്രൂഷ നടക്കുന്നത്. അക്ഷരത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധമില്ല. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാത്ത, അഭിഷേകം വിശ്വസിക്കാത്ത, രോഗശാന്തി വിശ്വസിക്കാത്ത, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ തൃത്വത്തിൽ മൂരായിരിക്കുന്ന ഏകത്വത്തിലൊരുനായിരിക്കുന്ന കർത്താവിന്റെ തൃത്വത്തെ വിശ്വസിക്കാത്ത ഹല്ലേലൂയ അനവധി ദൈവസഭകൾ എന്ന് പറയുന്നവർ ഈ വേർപെട്ട കൂട്ടങ്ങളുണ്ട്. ഒരുപാട് സഭകളുടെ ശുശ്രൂഷ അക്ഷരമാണ്, ലോകപ്രകാരമാണ്. അതുകൊണ്ട് അക്ഷരം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കുന്നു പറയുമ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഉണ്ടായിരിക്കണം. ഈ വചനം ആർക്ക് വേണേലും പ്രസംഗിക്കാം. സത്യവേദ പുസ്തകം ആർക്ക് വേണം പ്രസംഗിക്കാം. മാന്യമായി വിദ്യാഭ്യാസവും വായിക്കാനും അറിയെങ്കിൽ ഇത് വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ കണ്ടില്ല, നമ്മുടെ എം സ്വരാജൊക്കെ ബൈബിൾ നന്നായിട്ട് കാണാപ്പാടം പറയുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പം നിലമ്പൂര് മത്സരിക്കുന്ന സ്വരാജൊക്കെ ബൈബിൾ നന്നായിട്ട് പറയും. പണ്ട് ഗുരുവായൂരിൽ നിന്ന് മത്സരിച്ച MLA അക്ബർ ഹല്ലേലൂയ നന്നായിട്ട് സുവിശേഷം പറയും. നിയമസഭ പല ആളുകളും ബൈബിൾ എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേന്നേ, ഇതൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റും. അക്ഷരത്തിന്റെ ശുശ്രൂഷ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. പക്ഷെ ആത്മാവിന്റെ ശുശ്രൂഷയാണ് വേണ്ടത്. ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ നൽകുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഉടഞ്ഞുപോയ ബന്ധങ്ങളെ കർത്താവ് ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഉടഞ്ഞുപോയ ബന്ധങ്ങളെ, തകർന്നുപോയ ബന്ധങ്ങളെ, ആമേൻ, ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങളെ ജീവിപ്പിക്കണമെങ്കിൽ, കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ ഇന്ന് യേശുവിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലുള്ള കോടതികൾ കയറിയിറങ്ങി നടന്നത് കൊണ്ട് എൻ്റെ കുടുംബജീവിതം സമാധാനത്തിലേക്ക് വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ഉടഞ്ഞു പോയ ബന്ധങ്ങളെ കർത്താവ് ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് ഹല്ലേലൂയ നാളുകൾ കഴിയുന്ന മാസങ്ങൾ കഴിയുമ്പോൾ ആ സഹോദരൻ ഗൾഫിന് പോയി. ഹല്ലേലൂയ. അദ്ദേഹം ഗൾഫിന് പോയി നീണ്ട കാലം അവിടെ ജോലി ചെയ്ത് ഗൾഫിന് പോയി. ആദ്യ കാലഘട്ടങ്ങളിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഫോൺ വിളിച്ചു. പിന്നീട് ആ സഹോദരൻ ഫോൺ വിളിക്കാതായി. ഈ സഹോദരിയുമായിട്ട് യാതൊരു ബന്ധമില്ലാതായി. വിവാഹം കഴിഞ്ഞ് ചെറുപ്രായത്തിൽ തന്നെ വിദേശത്ത് പോയ ഭർത്താവുമായി യാതൊരു വിധത്തിൽ ബന്ധപ്പെടുവാൻ യാതൊരു സാഹചര്യമില്ല. എങ്കിലും കുട്ടഞ്ഞു പോയ പാത്രം പോലെ ആ സഹോദരി വളരെ കണ്ണുനീരോടെ, വളരെ പ്രതിസന്ധിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. ആ സഹോദരി പറഞ്ഞു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീ എന്നെ ജീവിപ്പിക്കും, എന്റെ ശത്രുക്കൾക്ക് നേരെ നിന്റെ കൈ നീട്ടും, നീ നിന്റെ വലങ്കി എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നീണ്ട നാളുകൾ ഹല്ലേലൂയ സഹോദരി പ്രാർത്ഥിച്ചു. നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീരിൽ അവൾ യേശു ദൈവം തന്റെ തുരുത്തിയിലാക്കി വെച്ചു. അങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ആ സൗകര്യം മുഴങ്ങാലും മടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വിദേശത്ത് നിന്ന് ഭർത്താവിന്റെ ഫോൺ കോൾ വന്നു. ഹല്ലേലൂയ. സന്തോഷമായി, സമാധാനം, വിശ്വാസം വർദ്ധിച്ചു. അതേ കുട്ടഞ്ഞുപോയ കുടുംബജീവിതത്തെ കൂട്ടി യോജിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇന്നും അനവധി ആളുകൾ അല്ലെങ്കിൽ അനവധി സഹോദരന്മാർ വിദേശത്ത് പോയിട്ട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കി സ്വന്തം ഭാര്യയെ മറന്നിട്ടുള്ള, കുടുംബത്തിൽ സ്വന്തം ഭാര്യയെ വിളിക്കാത്ത അനവധി സഹോദരന്മാരുടെ കുടുംബത്തെ നമുക്കറിയാം. എത്ര പ്രാർത്ഥന വിഷയങ്ങളാണ് വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്തെല്ലാം കുടുംബപരമായി എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അന്നേരം ഓർക്കാറുണ്ട്. എൻ്റെ ദൈവമേ, കുടുംബജീവിതം ദൈവം സന്തോഷത്തിന് കൊടുത്തതാ, സമാധാനത്തിന് കൊടുത്തതാ. അത് സന്തോഷത്തോടെ ജീവിതം വലിയ സന്തോഷിച്ച് അവസാനിപ്പിക്കാൻ കഴിയാതെ അവരുടെ കുടുംബജീവിതം ഉടഞ്ഞു കൂപ്പിപ്പോയി ആയിപ്പോയില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, കുടുംബം എന്നൊക്കെ പറഞ്ഞ് വലുതാകട്ടോ. യൗവനത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം നഷ്ടപ്പെടുത്തി കളയരുത്. ആ സ്നേഹം നഷ്ടപ്പെടുത്തി രണ്ടുപേരും 2 സൈഡിലായി ഒരാൾ ഒറ്റയായി കഴിഞ്ഞാൽ ജീവിതം വളരെ സങ്കടമാണ്. ഹല്ലേലൂയ.
ഞാനത് പറയുമ്പോൾ എൻ്റെ വൈഫ് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. വളരെ സമാധാന സന്തോഷത്തിൽ വളരെ സ്നേഹത്തോടെ ജീവിച്ചതാണ് ഞാൻ, എൻ്റെ ഭാര്യയുടെ മകൾ വലേറിയ. നിങ്ങൾക്ക് അറിയാവുന്നവർ ചോദിച്ചാൽ അത് പറയും. വലേറിയ യാതൊരു ഇടർച്ചകളില്ലാതെ, പക്ഷേ പെട്ടെന്ന് എൻ്റെ വൈഫ് അറ്റാക്ക് വന്ന് മരിച്ചു. വലേറിയ ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു, ഒരു കുട്ടി ഒറ്റപ്പെട്ടു. സങ്കടങ്ങൾ ഞാൻ കൊണ്ട്, പ്രതിസന്ധികൾ ഞാൻ കൊണ്ടെങ്കിലും, അല്ലെങ്കിൽ കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീ എന്നെ ജീവിപ്പിക്കുമെന്ന് കർത്താവിൻ്റെ വചനമുള്ളതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പിടിച്ചു നിന്നതിൽ. അല്ലേലിയ. ഞാൻ പറയാൻ കാരണം, ഒറ്റപ്പെട്ടവനെ എൻ്റെ സങ്കടം അറിയത്തുള്ളൂ കേട്ടോ. ഒറ്റപ്പെട്ടവനെ, എന്നെപ്പോലെ ഒറ്റപ്പെട്ട സഹോദരിമാരുണ്ട്. അവർക്ക് ജീവിതത്തിൻ്റെ ദുഃഖം അറിയുവാനറിയും, സങ്കടം അറിയത്തുള്ളൂ. അല്ലാതെ ജീവനോടെ നിന്റെ ഭാര്യ നിന്നോടൊപ്പം ജീവിക്കുമ്പോൾ അവളെ നീ ജീവനോട് ചേർത്ത് പിടിക്കണം. സഹോദരി നിന്റെ ഭർത്താവിനെ നീ ചേർത്ത് പിടിക്കണം. അതിനകത്ത് കലക്കമുണ്ടാകുന്ന അവിഹിത ബന്ധം, മറ്റ് ബന്ധങ്ങൾ, മറ്റ് ചാറ്റിങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ കുടുംബം തകർന്നു പോകരുത്. വേറെ പലതും കിട്ടുമായിരിക്കും, പക്ഷേ ശാശ്വതമല്ല. പ്രൈസലോട് ലേരിയ. അത് യൗവനത്തിലെ ഭാര്യ ഭർത്താവ് അല്ലേ. അപ്പൊ മുട്ടഞ്ഞു പോയ ബന്ധങ്ങളെ ജീവനെ കൂട്ടി യോജിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം. പ്രൈസലോട്. അതെ, നിന്റെ ജീവിതത്തെ ദൈവം കൂട്ടി യോജിപ്പിക്കുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒറ്റപ്പെട്ട അനുഭവമാണോ, സങ്കടമാണോ, ദുഃഖമാണോ, അല്ലേലിയ നിരാശയാണോ അത് കടന്നു പോകുന്നേ? നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ദുഃഖവേളകൾ, അതിനകത്ത് ദൈവം ഒരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുക. തിരുവല്ലയിലുള്ള സഹോദരി ദീർഘവർഷങ്ങൾക്ക് അമേരിക്കയിൽ പോയി, അല്ലേലിയ, ഫ്ലോറിഡയിലുണ്ട്. അല്ലേലിയ 2 മക്കളെ അവർക്ക് ദൈവം കൊടുത്തു. 2 മക്കളെ കൊടുത്തു. മക്കൾ 2 പേരും അല്ലേലിയ പ്രായമായി. അങ്ങനെ ഇരിക്കും ആ സഹോദരൻ അവിടെ തന്നെയുള്ള ഒരു സഹോദരിയെ, അതൊരു ഇന്ത്യക്കാരിയാണ്, ഇന്ത്യക്കാരിയാണ്. ആ സഹോദരിയുമായിട്ട് ബന്ധം ചേർന്ന് തൻ്റെ ഭാര്യയെ അല്ലേലിയ മക്കളെ ഉപേക്ഷിച്ച് മറ്റവളോട് പോയി. അല്ലേ. പിന്നീട് ആ സഹോദരന് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ആദ്യ ഭാര്യ തന്നെ പരിചരിച്ച, തന്നെ ശുശ്രൂഷിച്ച സമയം ആ ശുശ്രൂഷ കിട്ടാതെ, സ്നേഹം കിട്ടാതെ വലയുന്ന കാര്യത്തെക്കുറിച്ച് ആ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, എന്നെ വിട്ടിച്ച് പോയതാ, എന്നെ എൻ്റെ മക്കൾ ഉപേക്ഷിച്ചിട്ട് പോയതാ, അദ്ദേഹം ഇന്ന് കഷ്ടതയില്ല. അല്ലേ. അത് യൗവനത്തിലെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോകുന്ന, യൗവനത്തിലെ ഭാര്യ തള്ളിക്കളയുന്നു. ഞാൻ ഒരു ദിവസവും ഈ ഫേസ്ബുക്കും യൂട്യൂബും കാണുമ്പോൾ ഭർത്താവ് വിട്ടിച്ചു പോയി അനുഭവത്തി സഹോദരിമാരുടെ ചിത്രങ്ങൾ കാണാറുണ്ട്. അനുഭവത്തി സഹോദരിപ്പെട്ട് ഭർത്താക്കന്മാരുടെ ചിത്രങ്ങൾ കാണാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ്, ഇവരൊക്കെ എന്തോ അറിഞ്ഞോ അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലേ. എന്നെ കേൾക്കുന്ന പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള കഷ്ടത നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. ഈ സഹോദരി പ്രാർത്ഥനയുടെ ഭർത്താവ് മടങ്ങി വന്നു. പിന്നെ അവർ സന്തോഷമായി കുടുംബജീവിതം നയിച്ചുവെന്ന് ഞാൻ ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ കണ്ടതാകട്ടോ. എന്നെ വളരെ ചിന്തിപ്പിച്ച വിഷയമാണ്. ഞാനതുകൊണ്ട് അനേക കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുമ്പത്തേക്കാൾ കൂടുതലായി ഞാൻ പല കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡേരിയ സ്തോത്രം. ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ടെങ്കിലും ഭാര്യയ്ക്ക് യാതൊരു അവകാശമില്ലാതെ ഭർത്താവ് തന്നെ മേൽക്കുകയും, ഭാര്യ രാപകലില്ലാതെ വീട്ടിൽ ജോലി ചെയ്ത്, പുറത്ത് ഓഫീസ് ജോലി ചെയ്ത് ആ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഭാര്യയുടെ ശമ്പളത്തിന് ഒരു വിഹിതം പോലും കൊടുക്കാതെ മുഴുവൻ സ്വന്തം അക്കൗണ്ടിലാക്കുക. എൻ്റെ ഏരിയ സഹോദരന്മാരെ എനിക്കറിയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അവരുമായിട്ട് നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലേരിയ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതെ, ദൈവത്തിന് മാത്രമേ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്ത് ആശ്ചര്യമല്ലേ, കർത്താവിന്റെ കരം പ്രവർത്തിച്ചതിന് പെട്ടെന്ന് അവളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അവളെ വിളിച്ചു. അല്ലേരിയ അവന്റെ ഹൃദയത്തെ ദൈവം തൊട്ടു. അല്ലേരിയ അവന്റെ ഹൃദയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വന്നു. അല്ലേരിയ തന്റെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മ തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു തീരുമാനം എടുത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്ന് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞ് പങ്കുവെച്ച സന്തോഷമുള്ള കുടുംബജീവിതം നയിച്ചു എന്ന് കാണുവാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ് ദാവീദിനെ അഭിഷേകം ചെയ്തിട്ടും രാജ്യസിംഹാസനത്തിൽ ആമ ഇരിക്കുവാൻ കഴിയാതെ ശൗലും ദോവയും ശിവയും വലിയ അക്ഷരവും ഇതുപോലെ തനിക്കെതിരെ പോരാടിയെങ്കിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവസാനം ദാവീദിന്റെ സിംഹാസനത്തെ ഉറപ്പിച്ചു കൊടുത്തു. രക്തം ചെയ്യും. അത് നിന്റെ സിംഹാസനത്തെ, നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നത, നിങ്ങൾ ദൈവത്തോട് ദൈവത്തോട് ചേർന്നിരിക്കണം. അല്ലേലിയ. വചനം വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 15 അല്ലേലിയ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം. അല്ലേലിയ കാണാൻ കഴിയുന്നത് അല്ലേലിയ. അവിടെ ഇങ്ങനെ എഴുതുന്നു. 1 കൊരിന്ത്യർ 15 45 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. അല്ലേലിയ. അവിടെ ഇങ്ങനെ പറയുന്നു സ്തോത്രം. അല്ലേലിയ. സ്തോത്രം. അല്ലെങ്കിൽ 1 മനുഷ്യനായി ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി അല്ലെ. ആദാം ജീവനുള്ള ദേഹിയായി തീർന്നതുപോലെ ഒടുക്കത്തെ ആത്മാവ് ആദാം ജീവനുള്ള ദൈവം നിലത്തെ പൊടികൊണ്ട് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവളുടെ ജീവനുള്ളവനായി മാറി ആദാം. എന്നാൽ ഒടുക്കത്തെ ആദാമായി കർത്താവ് യേശു ക്രിസ്തു നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നയെ അതിക്രമങ്ങളെ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, ഹല്ലേലൂയ സ്തോത്രം, ജീവിപ്പിക്കുകയും, ഹല്ലേലൂയ ആമേൻ കൃപയാലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ വന്ന് എഫെസ്യലേഖനം 2:5 വായിക്കുന്ന പോലെ നിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഞാൻ വായിച്ച വന്നിരിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്താണ്? ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളെ പ്രമോദത്തിനെതിരെ നീ കൈതീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. അതെ, നിന്നെ ജീവിപ്പിക്കുന്ന ദൈവം നിന്റെ ഭവനത്തിന് മരിച്ച ജീർണിച്ച അവസ്ഥയെ, നാറ്റം വെച്ച അവസ്ഥയെ ജീവിപ്പിക്കാൻ യേശുവിന് കഴിയും. നിന്റെ പ്രശ്നങ്ങൾ ഏതുമായിരുന്നാലും, ഏത് പ്രതിസന്ധിയായിരുന്നു, നീ കർത്താവിലേക്ക് കൊണ്ടുപോവാ. യേശു അഭിഷേകം മറുപടി കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനം, തലമുറ കണ്ടെത്തപ്പെടാത്തവർ, സകല ന്യായാധിപന്മാരെ, ഭരണാധിപന്മാരെ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോക ജില്ലാ ഭരണ മേധാവികൾ, കർത്താവ് എല്ലാ മേഖലകളിലും കരസേന, വ്യോമ, നാവികസേന അധികാരികൾ, എല്ലാ ട്രൈബലുകളിലായിരിക്കുന്ന ജനത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ അതിർത്തികൾ കാക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പോലീസിലെ സെക്ഷനുകൾ, ക്രമസമാധാന ജുഡീഷ്യൽ ഭാഗങ്ങൾ, സഹകരണ പുതുമേൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തികമായിരിക്കുന്ന വ്യാപാര രംഗത്ത്, കർത്താവ് ചെറുപതിന്റെ വ്യാപാര വ്യവസായങ്ങളിൽ, വഴിയുടെ കച്ചവടക്കാരെ, കർഷക, ക്ഷീരമേഖലയിലും, സഹകരണ മേഖലയിലും, കർത്താവ് ഭംഗി, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളെല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ. കർഷകനും മോട്ടോർ യൂണിയനകത്ത് എല്ലാ ടാക്സ് ഓഫീസ് കരയിൽ കടൽ അവകാശമാർ വാങ്ങാൻ സെറ്റ് ചെയ്ത് പണ്ടത്തും പറമ്പിൽ കോറിയിൽ കല്ലോട് മണ്ണുകൂടും മല്ലടിച്ച് ഓരോ വേർപ്പാക്കുന്നവർ, തീവ്രവാദികൾ, ഭീകരവാദ, ഭക്തിവാദികൾ, കുടുംബജീവിതം തകർന്ന, ബിസിനസ് തകർന്നവർ, കുടുംബജീവിതം ചിലവിനായി തലമുറയെ കൊണ്ട് ഭാരം അനുഭവിക്കുന്ന, ഹല്ലേലൂയ, മാരകമായ രോഗത്താൽ ഭാരം, കടക്കണിയാൽ ഭാരം, ജപ്തി നടപടി നേരിടുന്നവർ, വിവിധമായ വിഷയങ്ങളെ ഭാരപ്പെടുന്ന, കുടുംബത്തിനകത്ത് മദ്യവുമായി ലഹരി മുഖാണ് കുടുംബജീവിതം തകർന്ന് സ്തോത്രം ജീവിക്കുന്നവർ, മാനസാംഗാരികൾക്ക് ലഹരി പദാർത്ഥവും മാനസാന്തം കൊടുക്കണമേ. തലമുറയൊക്കെ ദൈവം സൂക്ഷിക്കുന്ന യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ നടുവിൽ അകപ്പെട്ട് കിടക്കുന്ന അനുഭവത്തെ ജീവിതങ്ങൾക്ക് ആശ്വാസത്തിന്റെ നായകനായി ദാവീദ് പറഞ്ഞു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കൾ നേരെ, എന്റെ ശത്രുക്കൾ ക്രോധത്തിൽ നിന്നെ കൈ നീട്ടും, നിന്റെ വലങ്കയെ രക്ഷിക്കുന്നു പറഞ്ഞു പോലെ ജീവിതത്തിൽ കടന്നു വന്ന് ഏത് സംഘർഷ അനുഭവത്തിന്റെ അടിയിലും, പ്രതിസന്ധികളുടെ അടിയിലും ജീവിപ്പിക്കുന്ന ദൈവമുണ്ടോ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ, പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ കുറവുണ്ട്. നിന്ദകളുണ്ട്, അപമാനങ്ങൾ, പരിഹാസം, ദുഷികളുണ്ട്, വിമർശനം, ഒറ്റപ്പെടുത്തലുകളുണ്ട്. അതിന് തന്നെ പതറിപ്പോകാതെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ദൃഢ വിശ്വാസം എല്ലാ ജനത്തിന്റെ ഹൃദയങ്ങളിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭയ്ക്കായി, ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തകർന്നു പോകാൻ അനുവദിക്കരുത്. ഇന്ന് ലോകവുമാണ് നടക്കുന്ന, വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകളെല്ലാം അനുഗ്രഹിക്കാൻ പറ്റിയ വടക്കിന്ത്യയിലൊക്കെ ആയിരിക്കും ദൈവദാസം പ്രവർത്തിച്ച ഛത്തീസ്ഗഡിലൊക്കെ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ സുവിശേഷ വിരോധികൾക്ക്, തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികളെ ദൈവം തുറക്കണമേ. അധികാരികളെ സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, കഷ്ടസഹിതം നൊമ്പരപ്പെടുന്ന, ജയിലിൽ കിടക്കുന്നവർ, ശൈശവത്തിനും ബാല്യ, കൗമാരി, യുവനത്തിനും വാർത്തയും നിരാരും, വൃദ്ധരസന, യാച, ഓർഫനേജ്, ഓൾട്ടേജ് തലമുറയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനത്തിന്റെ കഷ്ടതയിൽ അവിടുത്തെ കരനേറ്റം പിടിപ്പിക്കണമേ. മാറാരോഗ്യങ്ങളായി, ക്യാൻസറാൽ ഭാരപ്പെടുന്നവർ, വിവിധ രോഗങ്ങൾക്കടിമകളായിരിക്കുന്നവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമേ. സകല മഹത്വം എടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.